നിങ്ങൾ അറിഞ്ഞോ പോപ്പ് ഫ്രാൻസിസ് കാലം നീങ്ങി? സെയിന്റ് മാലക്കി പ്രകാരം ഇനി ഒരേ ഒരു പോപ്പ് മാത്രം ലോകാവസാനത്തിന് മുമ്പ്. ഒരു പോപ്പ് റിസൈൻ ചെയ്യുകയോ കാലം നീങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായി തുടർന്നിരുന്ന അതേ പ്രക്രിയ വീണ്ടും തുടരുകയാണ്. ദ കോൺക്ലേവ് എല്ലാ കാത്തലിക് ഹയർ ഒഫീഷ്യൽസിനെയും, അതായത് റെഡ് റോബ് ധാരികളായ കർഡിനാൽസിനെയും ഒന്നിച്ച് ഹോളി സിറ്റി ഓഫ് വത്തിക്കാനിലേക്ക് സമ്മൻ ചെയ്യുകയാണ്. 200-ൽ പരം കർഡിനാൽസ് ഉണ്ടെങ്കിലും 80 വയസ്സിന് താഴെയുള്ള എല്ലാ കർഡിനാൽസിനും വോട്ടിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. എല്ലാ കർഡിനാൽസും എത്തിക്കഴിഞ്ഞാൽ അവരെ പുറം ലോകത്തേക്ക് ഒരു ബന്ധമില്ലാത്ത പോലെ ഒരു ക്ലോസ്ഡ് എൻവയൺമെന്റിൽ സീൽ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് നോ TV, നോ റേഡിയോ, നോ ന്യൂസ് പേപ്പർ, നോ മൊബൈൽ ഫോൺ, നോ കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തെ ഹോളി മാസ് സെലിബ്രേഷനോടുകൂടി കർഡിനാൽസ് എല്ലാവരും സീൽഡ് റൂമിൽ പോയി കഴിഞ്ഞാൽ അന്നേ ദിവസം ഒരു വോട്ടിങ്ങും ബാക്കി എല്ലാ ദിവസം രാവിലെ 2ഉം ഉച്ചയ്ക്ക് ശേഷം 2ഉം വോട്ടിംഗ് നടക്കും. കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണിത്. 2/3 ഓഫ് ദ കർഡിനാൽസ് എഗ്രിയബിൾ വോട്ടിംഗിൽ എത്തുന്നവരെ ഈ പ്രക്രിയ തുടരും. ഈ റൂമിന് മുകളിലുള്ള ചിമ്മിനിയിലൂടെ കറുത്ത പുകയാണ് പോകുന്നതെങ്കിൽ അവർ പോപ്പിനെ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ലെന്നും വെളുത്ത പുകയാണ് പോകുന്നതെങ്കിൽ ന്യൂ പോപ്പിനെ അവർ ഡിസൈഡ് ചെയ്തുവെന്നാണ്. വത്തിക്കാനിലെ സെയിന്റ് ബസിലിക്ക പള്ളിയുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ന്യൂ പോപ്പ് ഫസ്റ്റ് ആയിട്ട് പബ്ലിക്കിനെ അഡ്രസ് ചെയ്യും. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 1268-ൽ 3 വർഷം എടുത്തു അവർക്കൊരു പോപ്പിനെ ഡിസൈഡ് ചെയ്യാൻ.